കരയുക, എന്നിട്ടോ കണ്ണീര് തുടക്കുക, എന്നിട്ട് നമ്മുടെ യാത്ര തുടരുക. ജീവിതത്തിൽ അള്ളാഹു എന്താണോ നമുക്ക് തരുന്നത് അതിനെ ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കേണ്ട ഒരു ചെറിയ ആയുസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയില്ല അതിലെ നന്മ എന്താണ്, പക്ഷേ നന്മയാണത്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റും വിധം നമ്മുടെ ഈമാൻ വളരണം. അതാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. പടച്ചവനെ, എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് കേട്ടോ. ബൈബിൾ പറയുന്ന അദ്ദേഹത്തിന് 7000 ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. 700 കോവർ കഴുതകളുണ്ടായിരുന്നു. ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളുണ്ടായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളുണ്ടായിരുന്നു. അന്നത്തെ കാലത്തൊരു മനുഷ്യനുണ്ടാവേണ്ട സൗഭാഗ്യങ്ങളുടെ എല്ലാ അളവും അനുഭവിച്ചൊരു മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ടൊക്കെ നഷ്ടപ്പെടുക. അസുഖങ്ങളും വന്ന് എല്ലാവരും ഉപേക്ഷിച്ചു പോയി. അങ്ങനെ ഒറ്റക്കായി പോയൊരു മനുഷ്യന്, ജീവിതത്തിൻ്റെ പെരുങ്കടലിൽ ഒറ്റക്കായി പോയൊരു മനുഷ്യന് അള്ളാഹിനോട് എന്താണ് പറയണത് എന്നുള്ളതാണ്. എന്താ പറയുന്നത്? അള്ളാഹുവേ, എനിക്ക് വിഷമങ്ങളുണ്ട്. ബഅന്നി മസ്സനിയല്ലുറു. പനിയാണോ? ഭീതിപ്പെടുത്തുന്ന അസുഖങ്ങളാണോ? ഒക്കെ സംഭവിക്കും. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ പറയും എൻ്റെ കാല് എൻ്റെ കൈ എന്നൊക്കെ പറയും. എൻ്റെ കൈയാണെങ്കിൽ അതിന് അസുഖം വരില്ലല്ലോ. എൻ്റെ കണ്ണാണെങ്കിൽ അതിന് കാഴ്ച കുറയില്ലല്ലോ. എൻ്റെ കാലാണെങ്കിൽ അതെങ്ങനെയാണ് മുടന്തുക? നമ്മുടേതൊന്നുമല്ല. നമ്മൾ മറ്റൊരാളുടെ കയ്യിലെ പെൻസിലാണ്, അയാളാണ് എഴുതുന്നത്, നമ്മളതിനിങ്ങനെ വഴങ്ങുക മാത്രമാണ്. വഅന്നി മസ്സനിയല്ലുറു. വിഷമങ്ങളൊക്കെ ഉണ്ട് പടച്ചോന്. എന്നിട്ട് പറയാണ് വ അൻത അർഹമുർ റഹീമീൻ. ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ്. വ അൻത. അങ്ങനെയൊക്കെ ആണെങ്കിലും പടച്ചവനെ നീ ആരാണ്? അർഹമുർ റഹീമീൻ. കാരുണ്യവാനല്ല, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ്. ഏറ്റവും വലിയ സങ്കടത്തിലാണ് അയ്യൂബ് നബി പറയുന്നത്. ഏറ്റവും ചെറിയ സങ്കടത്തിൽ പറയാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മളോട് ആ പ്രാർത്ഥന ഉയർത്തുന്ന ചോദ്യം. വലിയ സങ്കടത്തിലൊന്നും പറയണ്ട, ചെറിയ സങ്കടത്തിൽ പറയാൻ കഴിയുമോ? പഠിച്ചവനെ, ഈ സങ്കടം തന്നത് നീയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കാരുണ്യം ഉണ്ടാവും. ഒരു ചെടിയെ പ്രൂൺ ചെയ്യണ സമയത്ത്, ബഡ് ചെയ്യുന്ന സമയത്ത് ചെടി എന്താ വിചാരിക്കണേ? ചെടി അവിടെ എവിടെയൊക്കെ മുറിക്കുകയാണല്ലോ എന്നാണ് വിചാരിക്കണം. പക്ഷേ കർഷകൻ എന്താ വിചാരിക്കണേ? ചെടിയെ വളർത്തുകയാണ്. ഇതേപോലെ നമ്മളെയും അല്ലാഹ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ബഡ് ചെയ്യും. നമ്മൾ വിചാരിക്കുക അവിടെ ഇവിടെയൊക്കെ മുറിക്കുകയാണല്ലോ. അല്ല, വളർത്തുകയാണ്. ഒരു വിത്ത് കുഴിച്ചിടണമെന്നുണ്ടെങ്കിലും മണ്ണൊന്ന് ഇളക്കി മറിക്കണ്ടേ? എന്നിട്ടല്ലേ വിത്ത് കുഴിച്ചിടുക. പിന്നല്ലേ അത് ചെടിയും മരവും മാമരവുമായി മാറുന്നത്. ഇങ്ങനെ ഇളക്കി മറിക്കുമ്പോൾ ഒരു വിത്ത് കുഴിച്ചിടുന്നുണ്ട്. രോഗമാകാം, അസുഖങ്ങളാകാം, കടങ്ങളാകാം, പ്രിയപ്പെട്ടവരുടെ വേർപാടാകാം, രോഗങ്ങളാകാം, എന്തോ അതിങ്ങനെ ഇളക്കി മറിക്കുക. പിന്നെ അവിടെ ഒരു വിത്ത് കുഴിച്ചിടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇല്ലെങ്കിൽ കഴിയൂല. ഇല്ലെങ്കിൽ നമ്മൾ സങ്കടങ്ങളുടെ പാറക്കല്ലിൽ സ്തംഭിച്ചു പോകും. ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഉസ്താദെ, എനിക്ക് ഒരുപാട് സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്, എന്താണ് പരിഹാരം? ഒരു പരിഹാരം പറഞ്ഞു തരണമെന്ന്. അദ്ദേഹം ഉത്തരം മറുപടിയായിട്ടൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ആ ചെറുപ്പക്കാരനെയും കൊണ്ടൊരു പുഴയുടെ വക്കത്തേക്ക് പോയി. എന്നിട്ട് പുഴ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നോക്ക്, പുഴ പോകുന്നു, പുഴ ഒഴുകുന്നത് കാണുന്നില്ലേ? ഉണ്ട്. അങ്ങനെ ഒഴുകുമ്പോൾ വലിയ പാറക്കല്ലില്ലേ? ആ പാറക്കല്ലുണ്ട്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? പാറക്കല്ലിൻ്റെ മുന്നിൽ പുഴ നിന്നോ? സ്തംഭിച്ചു നിന്നോ? തങ്ങി നിന്നോ? ഇല്ല. പിന്നെയോ പാറക്കല്ലിൻ്റെ 2 ഭാഗത്തുകൂടെ ഒഴുകി. പാറക്കല്ലിൻ്റെ 2 ഭാഗത്തുകൂടെ 2ആയി പിരിഞ്ഞ് പിന്നെ ഒന്നായി ഒഴുകാൻ തുടങ്ങുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുത്ത് ഇത്രേ വേണ്ടുള്ളൂ. ജീവിതപ്പുഴയുടെ മുന്നിൽ പാറക്കല്ലുകളും പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ 2 ഭാഗത്തു കൂടെയാണ് ഒഴുകുക. നേരത്തെ പറഞ്ഞ പോലെ കണ്ണീര് തുടക്കുക, എന്നിട്ട് യാത്ര തുടരുക. പടച്ചവൻ തന്ന അനുഭവങ്ങളെ ഒരാൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം.
അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അവിടെയാണ് സത്യവിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നൊരു പദമാണല്ലോ പരീക്ഷണം. സത്യത്തിൽ പരീക്ഷണം എന്നല്ല പ്രയോഗിക്കാൻ നല്ലത്, പരീക്ഷ എന്നാണെന്നുള്ളത്. പരീക്ഷണം ഒരു അത്ര ഫിറ്റായ പദമല്ല എന്നാണ് തോന്നുന്നത്. പരീക്ഷയാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എത്ര പേപ്പറിലേക്ക് പകർത്തുന്നുണ്ട് എന്നാണ്. അയാൾക്ക് അറിയാം, അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അയാൾ പേപ്പറിൽ എഴുതണം, എന്നാലേ ജയിക്കുള്ളൂ. അതിൻ്റെ പേരാണ് പരീക്ഷ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അപ്പം എന്താ സംഭവിക്കുന്നത്? പരീക്ഷയാണ്. എനിക്കറിയണ കുറേ കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതെന്നെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഞാൻ കൂട്ടുകൂടുന്നുണ്ട്, ഞാൻ ചെയ്യാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ജീവിത പേപ്പറിലേക്ക് ഞാൻ പകർത്തി എഴുതുന്നുണ്ടോ? ഇതാണ് പരീക്ഷ. സങ്കടങ്ങൾ വരുന്നുണ്ട്. സങ്കടപ്പെടുന്നൊരു സമയത്ത് ഞാൻ അറിയണ കാര്യങ്ങൾ, എനിക്കെൻ്റെ റബ്ബിനെക്കുറിച്ച് അറിയണ കാര്യങ്ങൾ, ജീവിതത്തെക്കുറിച്ച് റബ്ബ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, സങ്കടങ്ങളെക്കുറിച്ച് മനസ്സിൻ്റെ പലതരത്തിലുള്ള കേടുകളുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ പലതരത്തിലുള്ള അസുഖമുള്ള ആളുകളുണ്ടാവാം. ജീവിതത്തിലേക്ക് വന്നൊരു പെൺകുട്ടി, അവൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രയാസമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു മരുമകൾ വന്നപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ മാനസികമായ പ്രയാസങ്ങളുണ്ട് ആ കുട്ടിക്ക്. നമ്മളെന്താ ചെയ്യുക? എന്താണ് ചെയ്യാമെന്ന് പറയണ്ടല്ലോ. പക്ഷേ പറഞ്ഞു കൊടുക്കാവുന്നൊരു നല്ല കാര്യം ഇതായിരുന്നു അവർക്ക്. അല്ലെങ്കിൽ അവരുടെ ചിന്ത അവർ മാറ്റേണ്ടത് ഇങ്ങനെ ആലോചിച്ചിട്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പെൺകുട്ടിയെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ പൊന്നുപോലെ നോക്കാൻ പറ്റിയൊരു വാപ്പനെയും ഉമ്മനെയാണ് ആ കുട്ടിയെ ഏൽപ്പിച്ചത്. പക്ഷെ ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും കാലം കഴിഞ്ഞാലോ? അതുപോലെ നോക്കാൻ പറ്റിയൊരാൾ വേണേ. വാപ്പയും ഉമ്മയും ആകാൻ പറ്റിയൊരു അമ്മായിയുമ്മയും അമ്മോശാക്കയും വേണേ. അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചതാണ്. ബേജാറുണ്ടാവുമോ? ഉണ്ടാവില്ല. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാവും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആരൊക്കെയാണോ കടന്നു വന്നുള്ളത്, ആൽക്കഹോളിക്കായൊരു സഹോദരനുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായൊരു സഹോദരനുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയ കുറേ മനുഷ്യന്മാരുണ്ടാവും. ഒരു നല്ല വാപ്പനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഗാർഹിക സ്വസ്ഥത നഷ്ടപ്പെടും. നല്ലൊരു ഇണയെ കിട്ടിയിട്ടില്ലെങ്കിൽ വൈവാഹിക സ്വസ്ഥത നഷ്ടപ്പെടും. നല്ലൊരു അയൽക്കാരനെ കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതത്തിലെ വലിയൊരു പങ്കും അയാളെക്കുറിച്ച് ആലോചിച്ചിട്ട് പോകേണ്ടി വരും. ഇവരെയൊക്കെ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതല്ലാതെ വേറെ എങ്ങനെയാണ് നമ്മളിത് യാത്ര മുന്നോട്ട് പോവുക? കഴിയൂലേ? അവരെ അവരായി കാണുകയും മാപ്പ് കൊടുക്കേണ്ടവർക്ക് പെട്ടെന്ന് മാപ്പ് കൊടുക്കുകയും ചെയ്യുക. ബൈബിളിൽ ജോസഫിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാം ആകാം. ആ കഥയുമായി നല്ല അടുപ്പുണ്ട്. ആ കഥയ്ക്ക്, ജോസഫിൻ്റെ കഥയ്ക്ക് സഹോദരന്മാരിൽ നിന്ന് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടേണ്ടി വന്ന ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാമും. അങ്ങനെ തന്നെയാണല്ലോ. ശരി, പിന്നെ അദ്ദേഹം വലിയ ആളായി മാറുന്നു. അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടാവുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടാവും. മക്കൾ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. വാപ്പയുടെ സഹോദരന്മാർ വാപ്പയെ പ്രയാസപ്പെടുത്തിയ കാര്യമൊന്നും ചിലപ്പോൾ മക്കൾക്ക് അറിയില്ല. പക്ഷെ ആരെങ്കിലും വന്ന് പറയും, ഇങ്ങനെ നിങ്ങളുടെ വാപ്പയെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടിരിക്കണം, അതൊക്കെ കഥകളൊക്കെ നിങ്ങൾക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ജോസഫ് എന്ന വലിയ മനുഷ്യന് ഒന്നാമത്തെ കുട്ടിക്ക് തന്നെ പേരിട്ടു. എന്താണ് പേര്? മനാസേഹ്. മനാസേഹ് എന്ന് ഹീബ്രുവിൽ പറഞ്ഞാൽ നീ എല്ലാം മറക്കുക എന്നാണ് അർത്ഥം. അറബിയിലും സമാനമായ അർത്ഥം തന്നെയാണ് ആകാനാണ് സാധ്യത. മനാസേഹ്. നമ്മളോട് തന്നെ പറയേണ്ടി വരും മനാസേഹ്. നമ്മുടെ മക്കളോട് പറയേണ്ടി വരും മനാസേഹ്. രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോവുക, സുഹൃത്തുക്കൾ. ഒരു കാട്ടിലെ ചെറിയ വഴിയിലൂടെ പോകുമ്പോഴാണ് അവരുടെ ഇടയിൽ എന്തൊരു വഴക്കുണ്ടായി. ഒരാൾ മറ്റേയാളെ അടിച്ചു. ഇയാൾ തിരിച്ചൊന്നും ചെയ്തില്ല. ഇയാൾ താഴെ ഇരുന്നിട്ട് മണലിൽ എഴുതി വെച്ചു, ഇവിടെ വെച്ച് എൻ്റെ സുഹൃത്ത് എന്നെ അടിച്ചു. വേറൊന്നും ചെയ്തില്ല. യാത്ര പിന്നെയും തുടരുകയാണ്. രണ്ടാമത്തെ ദിവസം ഒരു ആറ് കടന്നു പോകണേ, ഒരു പുഴ
പോകണം. നല്ല മിനുസമുള്ള കല്ലിൽ ചവിട്ടിയിട്ട് വീഴാനൊരുങ്ങുമ്പോൾ 2 ദിവസം മുമ്പ് അദ്ദേഹത്തെ തല്ലിയ അതേ സുഹൃത്ത് ഇദ്ദേഹത്തെ പിടിച്ച് രക്ഷിച്ചു. കരയിലെത്തിയ ഉടനെ അദ്ദേഹം ഭാണ്ഡത്തിൽ നിന്നൊരു ഉളിയെടുത്തിട്ട് കല്ലിൽ കൊത്തിവെച്ചു. ഇവിടെ വെച്ച് എൻ്റെ സുഹൃത്ത് എന്നെ രക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അതങ്ങനെയാണ്. നമ്മളെ മനുഷ്യർ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ മണലിൽ എഴുതിയാൽ മതി. ഒരു കാറ്റ് വരുമ്പോഴേക്ക് മാഞ്ഞു പോകണം. പക്ഷെ മനുഷ്യർ നമുക്ക് തന്ന സ്നേഹം അങ്ങനെയല്ല, അവർ തന്ന നല്ല ഓർമ്മകൾ അങ്ങനെയല്ല. അത് കല്ലിൽ കൊത്തിവെക്കണം. അതാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവരും ഒന്നും നമ്മളെ ഉപദ്രവിച്ചത് അറിഞ്ഞുകൊണ്ടൊന്നും ആവണമെന്നില്ല. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ തന്നെ അതിൻ്റെ ആഘാതം അത്ര വലുതാകും എന്ന് ആലോചിച്ചിട്ടും ആവില്ല. പിന്നെ അവരുടെ മനസ്സിൽ സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ വന്ന് മാപ്പ് പറയാൻ മാത്രം വലിയ മനസ്സ് ആ ചെറിയ മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലേ? അങ്ങനെ നേറിയാണ് കഴിയും ആയുസ്. അത് സാരല്ലടാ എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടാവും. അത്ര മതിയാവും. അത് സാരല്ല കേട്ടോ എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ അവരുടെ മനസ്സോ അവരുടെ ദുരഭിമാനമോ അവരെ സമ്മതിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരാളയാളുടെ വീടിൻ്റെ മുറ്റത്തിരിക്കുകയാണ്, സിറ്റ് ഔട്ടിലിരിക്കുക. അപ്പോൾ ഒരാൾ അയാളുടെ ഗേറ്റ് ഇങ്ങനെ കടന്നു വന്നിട്ട് നല്ല വിലപിടിപ്പുള്ള ചെടിയൊക്കെ ഉണ്ട് അവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത്, അതൊക്കെ തട്ടിമറിച്ച് അങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ ചവിട്ടി കേടുവരുത്തിയിട്ടാണ് പോകണം. അതിൻ്റെ ചട്ടിയൊക്കെ താഴെ വീഴുന്നുണ്ട്. ഇയാൾക്ക് സഹിക്കാൻ പറ്റില്ല, നേരെ ഓടിച്ചെന്നിട്ട് ആ വന്ന ആളെ കോളറിന് പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളി വിടുന്നുണ്ട്. ഗേറ്റിൻ്റെ പുറത്തേക്ക് തള്ളി ഓടിക്കുന്നുണ്ട്. അങ്ങനെ തള്ളി ഓടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇയാൾ കൈവലിച്ചു. പിന്നെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ചെടികൾ നശിപ്പിച്ച മനുഷ്യനോട് അങ്ങോട്ട് എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞു. അയാൾ ഇങ്ങോട്ടാണല്ലോ ചോദിക്കേണ്ടത്, പക്ഷെ ഇയാൾ അങ്ങോട്ടാണ് ചോദിച്ചത്. സോറി പറയണം. എന്താ കാര്യം? അയാൾ അന്ധനായിരുന്നു. എങ്ങനെയോ ഗേറ്റ് കടന്ന് വന്നതാണ് പാവം. പുറത്തേക്ക് പോകുന്നതിൻ്റെ ബേജാറിൽ അങ്ങനെ ചവിട്ടി പോയതാണ് ചെടികളൊക്കെ. അദ്ദേഹത്തൊന്നും കാണുന്നില്ലല്ലോ. ഇദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു. ഈ വീട്ടുകാരന് ഉണ്ടായ സംഭവമാണ് കേട്ടോ. ഞായറാഴ്ചയിലെ പത്രത്തിൽ കോളെഴുതുന്ന ആളായിരുന്നു. ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഞായറാഴ്ച എന്ത് എഴുതണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം. അദ്ദേഹം റൂമിൽ കയറിയിട്ട് പേപ്പർ എടുത്തു. ടൈറ്റിൽ തന്നെ എഴുതി വെച്ചു, തലക്കെട്ട്. എന്ത്? നമ്മുടെ പൂന്തോപ്പുകൾ നശിപ്പിക്കുന്നവർ ചിലപ്പോൾ അന്ധരായിരിക്കും. മക്കളോട് പറഞ്ഞു രാത്രി, നമ്മുടെ പൂന്തോപ്പുകൾ നശിപ്പിക്കുന്ന ആൾക്കാർ വല്ലാണ്ട് ഉപദ്രവിക്കരുത് കേട്ടോ, ചിലപ്പോൾ അവർ അന്ധരായിരിക്കും. ഏതന്ധത? നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയാകുന്ന പൂന്തോപ്പ് ചവിട്ടിക്കെടുത്തുന്ന മനുഷ്യരുണ്ട്. ഏതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെ പിന്നിലൊരു മനുഷ്യനുണ്ടാവും. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സ്നേഹരാഹിത്യം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പൂന്തോപ്പുകൾ നശിപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അവരുടെ അന്ധതയ്ക്ക് മാപ്പ് കൊടുക്കണം. അത്രയേ ഉള്ളൂ. 2 ദിവസം മുമ്പ് ഇശാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തിയതായിരുന്നു. പുറത്തെത്തിയപ്പോഴാണ് ഒരു ഫോൺ വരുന്നത്. സാധാരണ ആ നേരത്തെ നമ്മൾ ആരും ഫോൺ എടുക്കാറില്ല. പക്ഷെ എടുക്കാൻ തോന്നി അങ്ങനെ ആ ഫോൺ എടുത്ത്. പരിചയമില്ലാത്തൊരു നമ്പറാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു എനിക്ക് സംസാരിക്കണം. നമ്മൾ പറഞ്ഞു മോളെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, നിസ്കാരം കഴിഞ്ഞിട്ട് സംസാരിച്ച പോരെ. അവൾ പറഞ്ഞു പോരാ. 4 മിനിറ്റേ ഉള്ളൂ, ഉടനെ നിസ്കരിക്കാം. അങ്ങനെ ഫോണ് കട്ട് ചെയ്തു. അവളുടെ അനുവാദമില്ലാതെ കട്ട് ചെയ്തു. അങ്ങനെ നിസ്കരിച്ച് സമയത്ത് മുഴുവനും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓർമ്മയിൽ സുജൂദിൽ നമ്മുടെ ഓർമ്മയിൽ പ്രാർത്ഥിക്കാം. സുന്നത്ത് നിസ്കാരത്തിലേ നാവുകൊണ്ട് പറയാൻ പറ്റുള്ളൂ. ഫർദ് നിസ്കാരത്തിൽ മനസ്സിൽ പറയാം, പ്രാർത്ഥനകളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചു. എന്തോ ഒരു ആഘാതം ഉണ്ട് ആ കുട്ടിക്ക്, സ്വസ്ഥത കൊടുക്കണേ എന്ന് ആലോചിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഫോണെടുത്ത് നോക്കിയപ്പോൾ അവളുടെ മെസ്സേജ് ഉണ്ട്. ഈ ഫോണിൽ കിടക്കുന്നുണ്ട്. എന്താ പറയണത് അറിയോ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് നിങ്ങളെ വിളിച്ചത്. ഐ ആം ഇൻ ദ ടിപ്പ് ഓഫ് സൂയിസൈഡ് നമ്മൾ എഴുതി വെച്ച്.
ഉടനെ അവളെ വിളിച്ചു. അവൾ കരയാണ്, ഒന്നും പറയണില്ല. അവൾക്ക് കരയാനൊരാളെയാണ് അവൾ അന്വേഷിക്കുന്നത്. നമ്മളൊക്കെ അന്വേഷിക്കും അങ്ങനത്തെ ആൾക്കാരെ. ചിരിക്കാൻ കുറേ ആൾക്കാരെ കിട്ടും, ഒപ്പം ചിരിക്കാനേ ആൾക്കാർ ഒരുപാടുണ്ടാവും, ഒപ്പം കരയാൻ കൂടി പറ്റിയ മനുഷ്യന്മാർ വേണം. അങ്ങനെ എങ്ങനെയോ ആ കുട്ടി നമ്മളെ തേടി പിടിച്ചതാണ്. ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്നറിയാം, അവളുടെ സങ്കടം അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിലൊരു മനുഷ്യനായിരുന്നു. മനുഷ്യരനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളുടെയും പിന്നിൽ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവും. പക്ഷെ ആ മനുഷ്യരുടെ അന്ധതയ്ക്ക് മാപ്പ് കൊടുക്കുക എന്നതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളുടെ കാരണക്കാരായി മാറിയതാരാണോ അവരുടെ കാഴ്ചയില്ലായ്മക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക. അവർ പറഞ്ഞ വാക്ക് വല്ലാതെ നീറ്റുന്നുണ്ടാവും ചിലപ്പോൾ. അവരുടെ ഒരു പ്രയോഗം, അവർ തന്ന ഒരു അപമാനം, അവർ പ്രയോഗിച്ച ഒരു കാര്യം, അവർ പറഞ്ഞൊരു വാക്ക്, ഇതൊക്കെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടാവും. 82 വയസ്സുള്ളൊരു അമ്മ വരിക. അവർ പഴയ വോളിബോൾ താരമായിരുന്നു അത്രേ, ഒരു സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ താരമായിരുന്നു. അങ്ങനെ ഒരാളുടെ അടുത്ത് അവർ വരികയാണ്. അവർ 10, 20, 21 വയസ്സ് പ്രായമുള്ള സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡൽഹിയിലോ മറ്റോ ഒരു മത്സരത്തിന് പോയതായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു അപകടം പറ്റി. ഉള്ളിലെന്തോ കാര്യമായ ഒരു ക്ഷതം സംഭവിച്ച് ഡോക്ടർമാരൊക്കെ പരിശോധിച്ച് അവസാനം അവർ പറഞ്ഞത് ഗർഭപാത്രം എടുത്ത് നീക്കണം എന്നായിരുന്നു. 21 വയസ്സുള്ളൊരു കുട്ടിയെ, പെൺകുട്ടിയെ അത് എത്ര വിഷമിപ്പിച്ചിട്ടുണ്ടാവും എന്നറിയാമല്ലോ. കല്യാണം, അമ്മ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പദവികളെക്കുറിച്ച് ആലോചിക്കുന്ന സമയമാണ്. അങ്ങനെ ഗർഭപാത്രം എടുത്ത് നീക്കി വീട്ടിൽ വിശ്രമിക്കുകയാണ്. ആ സമയത്താണ് അവരുടെ അച്ഛൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അച്ഛൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ കുട്ടിയോട് പറയുകയാണ്, അതേതായാലും നന്നായി, ഇനി നീ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലല്ലോ. 10-60 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംസാരമാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആ അമ്മ പൊട്ടിക്കരയാണ്. അതെന്തുകൊണ്ടാണ്? ആ പറഞ്ഞ ആൾക്കൊരു പക്ഷേ അതിൻ്റെ ആഘാതത്തെക്കുറിച്ച് അത്ര ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ടാവില്ലേ, മനുഷ്യരുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലായി കൊണ്ടു നടക്കുന്ന വാക്കുകളുണ്ടാവില്ലേ, ആ മനുഷ്യരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചാലും അത് കേൾക്കുമെന്ന് വിചാരിക്കണ്ടോ? നമ്മൾ കരയിപ്പിച്ച മനുഷ്യരെ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ പൊട്ടിക്കരഞ്ഞിട്ടും കാര്യം ഉണ്ടാവണമെന്നില്ല. മനുഷ്യൻ്റെ കണ്ണീരൊരു ചെറിയ കാര്യമല്ല. അപ്പം നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതും, നമ്മൾ ആരെയാണോ ഉപദ്രവിച്ചത് അവരോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം അതായിരുന്നു. ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുക. ജീവിതത്തെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളുണ്ട്. അതാരാണോ തന്നത് അവർക്ക് മാപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജീവിതത്തെ സ്വീകരിക്കുക. അവർ ചെയ്തതൊക്കെ മറക്കുക, അവരെ മാത്രം ഓർക്കുക. അത്രയേ ഉള്ളൂ. കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു കാര്യം അത്രയേ ഉള്ളൂ. നമ്മൾ അനുഭവിച്ച ഒന്ന് വേറൊരാൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ ഒരു മനുഷ്യന് നമ്മൾ കാരണം ഒറ്റപ്പെടാതിരിക്കണം. നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു മനുഷ്യന് ചേർത്ത് പിടിക്കാൻ ആളില്ലാതെ കരയരുത്. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനുമല്ലാതെ കുറ്റപ്പെടുത്തൽ അനുഭവിച്ചിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ വാക്കിൻ്റെ നോവ് കൊണ്ടൊരു മനുഷ്യൻ കുറ്റപ്പെടരുത്. കുറ്റപ്പെടുത്തലിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ കരയരുത്. വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള അമ്മായിമ്മയുടെയും നാത്തൂനിൻ്റെയും വലിയ തരത്തിലുള്ള വിഷമിപ്പിക്കൽ അനുഭവിച്ചൊരു സ്ത്രീയാണോ നിങ്ങൾ എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളുണ്ടാവും. ഞാനിവിടെ കേൾക്കുന്ന ഉമ്മമാരോടാണ് പറയുന്നത്, അല്ലെങ്കിൽ സഹോദരിമാരടക്കമുള്ളവരോടാണ് പറയുന്നത്, അല്ലേ? നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഒരു മരുമകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നൊരു മരുമകളുണ്ടാവും. അവൾക്ക് കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കണം, കൂടുതൽ സ്നേഹം കൊടുക്കണം. നമ്മൾ അനുഭവിച്ചത് വേറൊരാളും അനുഭവിക്കരുത് എന്ന
ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെ എത്ര മനോഹരമായൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിതുമ്പി കരഞ്ഞൊരു അനുഭവം ഉണ്ടാവില്ല, ഏറ്റവും കൂടുതൽ നമ്മൾ കരഞ്ഞു പോയൊരനുഭവം, അതോ അതിന് സമാനമായോ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ വെളിച്ചം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനൊരു ജീവിതം ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കൊരാളുടെ ജീവിതം മനസ്സിലാവണമെങ്കിൽ, ഒരാളുടെ സങ്കടം മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതിന് സമാനമായൊരു അനുഭവത്തിലൂടെ കടന്നു പോകണം. ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ നമുക്കതൊരു സ്റ്റോറി മാത്രമേ ഇരിക്കും. വാപ്പ മരിച്ചതിൻ്റെ ദുഃഖം പല ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ. അന്നൊന്നും നമ്മൾക്കത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. 2015 ജൂൺ മാസം 6-ാം തീയതി അത് മനസ്സിലായി. വാപ്പ മരിച്ചാലുള്ള സങ്കടം എന്താണ്. ഉമ്മ മരിച്ചതിൻ്റെ സങ്കടം പലരും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചപ്പോഴും അതൊക്കെ ഒരു കഥയായിരുന്നു. 2013 ആഗസ്റ്റ് മാസം 28-ാം തീയതി നമുക്ക് മനസ്സിലായി ഉമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ തീയതികളുണ്ടാവും. ഖുർആൻ പറഞ്ഞതുപോലെ ത്വബഖൻ എന്ന് പറഞ്ഞില്ലേ, ഘട്ടങ്ങൾ. ജീവിതത്തിൽ നമ്മളിങ്ങനെ കയറിപ്പോകുന്ന ഓരോ സ്റ്റേജുകളുണ്ടാവും. നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ മണ്ണിൽ ചവിട്ടിയിട്ട് കടന്നു പോകുന്ന നമ്മുടെ കണ്ണീരധ്യായങ്ങളുണ്ടാവും. ഉണ്ടായ ഒരാൾക്കേ മറ്റൊരാളെ സങ്കടം അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ ഹദീസൊക്കെ വായിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തോട് അത്രയും ഇങ്ങനെ റിലേറ്റഡായി കിടക്കണം നമുക്ക് തോന്നുന്നത്. കാരണം ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനേക്കാൾ വലിയ വിഷമങ്ങൾ അനുഭവിച്ച് കടന്നു പോയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അത്രയേറെ പ്രിയപ്പെട്ടവൻ. എന്നിട്ട് നമ്മളെന്താ പറയുക, അള്ളാഹ് കൈവിട്ടു എന്നൊക്കെ പറയാം. വഹി ഇറങ്ങാൻ കുറച്ച് വൈകിയപ്പോഴാണ് ശത്രുക്കൾ പറഞ്ഞത് മുഹമ്മദിൻ്റെ റബ്ബ് കൈവിട്ടു. റസൂലുള്ളാഹിക്കും വിഷമങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴാണ് സൂറത്തുൽ ളുഹ ഇറങ്ങണത് അല്ലേ. നമ്മളിങ്ങനെ വിഷമിക്കണ സമയത്ത്, എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ വായിച്ചു നോക്കണം സൂറത്തുൽ ളുഹ. മരുഭൂമിയിലെ ഒറ്റമരം പോലെ തണൽ തരും ആ വൃക്ഷം. ഖുർആനിൽ പെയ്യുന്നൊരു മഴയുടെ പേരാണ് സൂറത്തുൽ ളുഹ. അതിങ്ങനെ ഒറ്റയ്ക്കിരുന്നിട്ട് ഇങ്ങനെ വായിച്ചു നോക്കണത്. അള്ളാഹ് പറയുകയാണ്, ഇങ്ങനെ നമ്മളോട് സംസാരിക്കണത് പോലെയാണ് എൻ്റെ പ്രയോഗങ്ങൾ പോലും. വല്ലുഹ നമ്മളോട് ചോദിക്കുകയാണ്, വെയിൽ കണ്ടിട്ടില്ലേ? വെയിൽ കണ്ടിട്ടുണ്ട്, അത് സത്യമല്ലേ? സത്യമാണ്. എന്നാൽ അതുപോലെ സത്യമുള്ളൊരു കാര്യം പറഞ്ഞു തരാം. വല്ലൈലി ഇദാ സജാ, രാത്രി ഇങ്ങനെ ശാന്തമാകുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അത് സത്യമല്ലേ? ആണ്. എന്നാൽ അതുപോലെ സത്യമുള്ളൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ കാണുന്ന സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത കുറച്ച് സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. ഏതാണ് കാണാൻ കഴിയാത്ത സത്യങ്ങൾ? നമുക്ക് തോന്നും അത് സങ്കടമല്ലേ എന്നൊക്കെ. പക്ഷെ അല്ലാഹ് പറയണത് സങ്കടമല്ല, നമുക്ക് കാണാൻ കഴിയണില്ല എന്നേ ഉള്ളൂ. ചില വെളിച്ചം വരുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടച്ച് പോകണില്ലേ? ചില ശബ്ദം കേൾക്കുമ്പോൾ അറിയാതെ കാത് പൊത്തിപ്പോവും. അതെന്തുകൊണ്ടാണ്? അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇങ്ങനെ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ തലച്ചോറിനുണ്ടാവുമേ, നമുക്ക് മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ. നമുക്കതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ച് നിറങ്ങൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. വിബ്ജിയോർ റെഡിൻ്റെ അപ്പുറത്തുള്ള ഇൻഫ്രാറെഡ് കാണുന്നില്ല, വയലറ്റിൻ്റെ അപ്പുറത്തുള്ള അൾട്രാ വയലറ്റും കാണുന്നില്ല. സാധ്യമല്ല, കപ്പാസിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലച്ചോറിനും ചിലത് ഗ്രാഹ്യമല്ല. അപ്പം നമ്മൾ അങ്ങോട്ട് വിടുകയാണ്. അതാണ് പിന്നെ പറയണല്ല, മാ വദ്ദഅക. അതാ വെയിൽ പോലെ ഒരു സത്യം, രാത്രിയുടെ പ്രശാന്തത പോലെ ഒരു സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിൻ്റെ റബ്ബ് നിന്നെ കൈവിടൂലടാ. നിൻ്റെ റബ്ബ് നിന്നെ വെറുത്തു എന്നും പറയരുത്, അങ്ങനെ വെറുക്കൂല. വലൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ. ഇവിടെയല്ലേ നഷ്ടങ്ങളൊക്കെ ഉള്ളത്, പക്ഷെ ഇവിടെ തീരൂലല്ലോ. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ നഷ്ടപ്പെടാത്തതുമായൊരു ലോകം വരാനില്ലേ? പിന്നെന്തിനാ നീ പേടിക്കണേ? വല സൗഫ യുഅ്തീക റബ്ബുക ഫത്തർല. വല്ലാത്തൊരു വാക്കാണത്. വല സൗഫ യുഅ്തീക റബ്ബുക, നിൻ്റെ റബ്ബ് നിനക്ക് തരും. ഫത്തർല, അപ്പം നിനക്ക് സന്തോഷവും. കിട്ടിയില്ല എന്നല്ലേ പറയുന്നത്. ആഗ്രഹിച്ചതൊന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല.
ആഗ്രഹിച്ചതാവില്ല ചിലപ്പോൾ കിട്ടിയത്. പ്രാർത്ഥനയ്ക്ക് 3 വിധത്തിൽ ഉത്തരം പറയും എന്നാണ്, ഉത്തരം കിട്ടുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് അല്ലേ. ഒന്നെന്താണ്? നമ്മളെന്താണ് ചോദിച്ചാൽ അതന്നെ കിട്ടും. മക്കളില്ലാത്തൊരു ഭാര്യയും ഭർത്താവും മക്കളെ ചോദിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ള കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മക്കളെ കൊടുത്തു. അതെന്താണ്? ചോദിച്ചതിന് ഉത്തരം കിട്ടി. പക്ഷെ അങ്ങനെ മാത്രമല്ല ഉത്തരം കിട്ടുക. നമ്മൾ ചോദിച്ചത് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ചോദ്യത്തിന് ഉത്തരം എന്ന് വിചാരിക്കരുത്. അതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ രീതി എന്താണ്? അതൊരു സൽക്കർമ്മമായി അടയാളപ്പെടുത്തും എന്നാണ്. ഏത്? ആ പ്രാർത്ഥന. അവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ സമയം, അതവരുടെ ഒരു അമലിന് സ്വാലിഹാണ്. വേറെ ആർക്കും ഇല്ലാത്ത അത്രയും അവർ പറയുന്നുണ്ട്. മൂന്നാമത്തേത് എന്താണെന്നറിയാം? ഒരു വിപത്തിനെ നീക്കും എന്നാണ് പറഞ്ഞത്. മക്കളെ വേണമെന്നാണ് അവർ ചോദിച്ചത്. പക്ഷെ 50-ാമത്തെ വയസ്സിൽ അള്ളാഹ് അവർക്ക് നൽകാൻ വിചാരിച്ചൊരു സ്ട്രോക്ക് വേണ്ടെന്ന് വെച്ച്. നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്, പക്ഷെ അതല്ല അള്ളാഹ് തരുന്നത്. ഒരു വിപത്തിനല്ലാതൊക്കെ ചെയ്യുക. ഉത്തരമല്ലേ അത്? അതാണ് വല സൗഫയുഴ്ത്തീക്ക്, തരും, നിനക്ക് തരും. ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുന്നത് എന്തൊക്കെയാണോ അതിനെല്ലാം ഇരട്ടിയായി സമ്മാനിക്കും. ഫത്തിറുള്ള, അപ്പം നിനക്ക് സന്തോഷമാവും കേട്ടോ. പിന്നെങ്ങനെ പറയാം റസൂലുള്ളാഹിനോട്, താങ്കളൊരു അനാഥയായിരുന്നില്ലേ, യത്തീമായിരുന്നില്ലേ? യത്തീമായിരുന്ന നിങ്ങൾ ആവാ. ഒരു യത്തീമിന് ഏറ്റവും വേണ്ടത് എന്താണെന്നറിയോ? ഇങ്ങനെ പിടിക്കാനൊരാളാണ്. അതുതന്നെയാണ് അവിടെ പ്രയോഗവും. യത്തീമായിരുന്ന നിങ്ങളെ ചേർത്ത് പിടിച്ചില്ലേ? എങ്ങനെയായിരുന്നു ആ ചേർത്ത് പിടിക്കൽ? അബ്ദുള്ള എന്ന മകൻ മരിച്ചിട്ടും, അബ്ദുള്ള എന്ന ചെറുപ്പക്കാരനായ മകൻ മരിച്ചിട്ടും അബ്ദുൽ മുത്തലിബ് എന്ന വൃദ്ധനായ വാപ്പയെ ബാക്കി വെച്ചതാരാണ്? ഇതാണ് ചോദ്യം. എല്ലാ വാതിലും അടഞ്ഞപ്പോഴേ അബ്ദുൽ മുത്തലിബ് എന്ന ജനൽ തുറന്നു വെച്ചതാരാണ്? നിങ്ങൾ ആരുമില്ലാത്ത ഒരാളായിരുന്നില്ലേ? ആരെയൊക്കെയോ തന്നില്ലേ? ഒന്നുമില്ലാത്ത ആളായിരുന്നില്ലേ? എന്തൊക്കെയോ തന്നില്ലേ? ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണ്, നിങ്ങൾ കടന്നു പോകുന്നു ആ വഴികളൊക്കെ. ഇപ്പം അനാഥയൊന്നുമല്ല, പക്ഷെ ആ വഴികളിൽ എപ്പോഴും മനുഷ്യർ ബാക്കിയുണ്ട്, അനാഥകളുണ്ട്. അതുകൊണ്ട് അമ്മൽ യത്തീമുകൾ എപ്പോഴും ബാക്കിയുണ്ട്. അവരെ അവഗണിക്കരുത് കേട്ടോ. നിങ്ങളിപ്പോൾ ആരോട് ചോദിക്കേണ്ടി വരാത്ത ഒരാളാണ്, പക്ഷെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെപ്പോഴും ഉണ്ട്. മറ്റു മനുഷ്യരെ ആശ്രയിക്കേണ്ടവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ പരിഗണിക്കണം കേട്ടോ. അവസാനം പറഞ്ഞു, അനുഗ്രഹങ്ങൾ കുറേ ഇല്ലേ, അതിനെക്കുറിച്ചൊക്കെ പറയണം കേട്ടോ. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മളോടാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരാളുടെ പേര് അബ്ദുൽ മുത്തലിബ് എന്നാകണമെന്നില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിലും ഒന്നിലേറെയോ അബ്ദുൽ മുത്തലിബുമാരുണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്നിലേറെയോ ഖദീജമാരുണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്നിലേറെയോ സിദ്ദീഖ് അബൂബക്കർമാരുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹ് തുറന്നു തരുന്ന വഴികളും ജനലുകളുമാണ്. അതുകൊണ്ട് അടച്ചിരിക്കുന്ന വാതിലിൽ ചെന്ന് മുട്ടിയിട്ട് കാലം കഴിക്കണ്ട. തുറന്നു വെച്ചിരിക്കുന്ന ആ ചെറിയ ജനലില്ലേ, അതിലൂടെ രക്ഷപ്പെട്ടോളൂ. സൂറത്തുൽ ദുഹ തിമിർത്ത് പെയ്യുന്നൊരു മഴയുടെ പേരാണ്. സങ്കടക്കടലിൽ മുങ്ങിത്താഴുന്ന മനുഷ്യന് ഇട്ടുകൊടുക്കുന്നൊരു പിടിവള്ളിയുടെ പേരാണ് സൂറത്തുൽ ദുഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അനുഭവിച്ച സങ്കടങ്ങൾ ഇപ്പോൾ ആരനുഭവിക്കുന്നു എന്ന് തേടിപ്പോയ ജീവിതമായിരുന്നു. ആണ് ഏതൊരു വഴിയിലൂടെയാണോ കടന്നു വന്നത് ആ വഴികളിലൂടെ ഇപ്പോഴും മനുഷ്യർ ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ചു പോയ ജീവിതമായിരുന്നു റസൂലുള്ളാഹിയുടെ ജീവിതം. അതുകൊണ്ടാണ് ഒരു സഹാബി വന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ട്, റസൂലേ, മനസ്സ് വല്ലാണ്ട് ഉണങ്ങിപ്പോകുന്നുണ്ട്, എന്താണ് പരിഹാരം? എന്താ റസൂൽ പറഞ്ഞത്? ഒരെത്തീമായ കുട്ടിയെ പോയിട്ട് ഒന്ന് ഉമ്മ വെക്കൂ, ഒന്ന് ചേർത്ത് അണയ്ക്കൂ, ഒന്ന് തലോടൂ എന്ന് പറഞ്ഞ്. അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരു വാപ്പയില്ലാത്ത കുട്ടിയാണ്. അങ്ങനെ ചേർത്തണയ്ക്കുവാൻ ഒരു വാപ്പയുടെ ചൂടും ചൂരുമില്ലാത്ത കുട്ടിയാണ് യത്തീം. അതുകൊണ്ട് അങ്ങനെ ഒരു കുട്ടിക്കൊരു വാപ്പയാകൂ എന്നാണ് പറഞ്ഞത്. യത്തീമിന് അത്രയും സങ്കടമുണ്ട് എന്ന് റസൂലിന് എങ്ങനെ മനസ്സിലായത്? പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതായിരുന്നില്ല. പിന്നെയോ റസൂൽ യത്തീമായിരുന്നു. അസാഇ അലൽ അർമിലത്തി വൽ മസാക്കീൻ കൽ മുജാഹിദി ഫി സബീലില്ലാഹ് എന്ന് പറയുന്നുണ്ട്.
വിധവയായ സ്ത്രീക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന ഒരാൾ, എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ സഹായിക്കുന്ന ഒരാൾ ആരെപ്പോലെയാണ്? ഒരു യുദ്ധത്തിനിറങ്ങിയ പടയാളിയെപ്പോലെയാണ്. ഓരോ നിമിഷവും പുണ്യമാണ്. വിധവയുടെ സങ്കടങ്ങൾ റസൂൽ എവിടുന്നാണ് കണ്ടത്? അയൽപ്പക്കത്ത് നിന്നായിരുന്നില്ല. റസൂലൊരു വിധവയുടെ മകനായിരുന്നു. നിങ്ങൾ പറയൂ, ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയൊരു സങ്കടം പറയൂ. അതോ അതിന് സമാനമായതോ ആയ ഒരനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ മഹാവെളിച്ചം. അതാണ് ആ ജീവിതത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ റസൂലിന് മനസ്സിലാവും. റസൂലിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ മനുഷ്യൻ്റെ സങ്കടങ്ങളും റസൂലിന് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ്. ജീവിച്ചിരിക്കെ പ്രിയപ്പെട്ടവൾ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന ആളാണോ നിങ്ങൾ? റസൂൽ അങ്ങനെയായിരുന്നു. സ്വന്തം നാട് ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആളായിരുന്നോ നിങ്ങൾ? റസൂൽ അങ്ങനെ ഒരാളായിരുന്നു. എത്രയോ കാലം പച്ച ഇലയും പച്ച വെള്ളവും മാത്രം കഴിച്ച് ജീവിക്കേണ്ടി വന്ന ആളായിരുന്നോ നിങ്ങൾ? റസൂലിന് അങ്ങനെ ഉപരോധം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാത്തിരുന്ന ഒരു ആൺകുഞ്ഞ് സ്വന്തം കൈകളിൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ട ഒരു പിതാവാണോ നിങ്ങൾ? റസൂൽ അങ്ങനെ ഒരു പിതാവായിരുന്നു. സ്വന്തം കുഞ്ഞും പേരക്കുഞ്ഞും കൈകളിൽ മരിക്കണത് കാണേണ്ടി വന്ന ഒരാളായിരുന്നു. സങ്കടങ്ങൾ പറയൂ. അതോ അതിന് സമാനമായതോ ആയ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നിട്ടും ആ പുഞ്ചിരി മാഞ്ഞു പോയിരുന്നില്ല. ഇതാണ് നമ്മൾ കടന്നു വന്ന വഴികളിൽ ബാക്കിയായ മനുഷ്യരെ തേടിപ്പോവുക. അതാണ് പരിഹാരം. ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ചിട്ട് ഭയന്ന് പുതിയൊരു അനുഭവത്തിൻ്റെ ഭയത്തിൽ ഖദീജ ബീവിയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടല്ലോ റസൂൽ. സംഗതിയൊക്കെ പറഞ്ഞു, കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹിയോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? റസൂലായിട്ടില്ല, പ്രിയപ്പെട്ടവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവനെ അള്ളാഹ് നിങ്ങളെ വിഷമിപ്പിക്കൂല. അതിൻ്റെ കാരണം എന്താണ്? അത്രയും വലിയ നൂറുമല എന്ന കഠിനമായ മല താണ്ടിയിട്ട് ആ ഹിറാ ഗുഹയുടെ ഇരുളിൽ അള്ളാഹുവിന് വേണ്ടി തപസ്സു ചെയ്ത ആളല്ലേ നിങ്ങൾ എന്നല്ല ചോദ്യം. അത്രമേൽ കഠിനമായ ഗുഹയുടെ അകത്തിരുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളല്ലേ, നിങ്ങളെ അള്ളാഹു വിഷമിപ്പിക്കോ എന്നായിരുന്നില്ലേ ചോദിക്കേണ്ടത്? പക്ഷെ അതല്ലല്ലോ ചോദിച്ചത്. പിന്നെന്താണ് പറഞ്ഞത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞത്, കഠിനമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പാവപ്പെട്ടവൻ്റെ കൂട്ടുകാരനല്ലേ? നിങ്ങൾ സാധുവായ മനുഷ്യന് അന്നം കൊടുക്കുന്ന ആളല്ലേ? നിങ്ങൾ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്ന ആളല്ലേ? നിങ്ങൾ കുടുംബ ബന്ധം സംരക്ഷിക്കുന്ന ആളല്ലേ? ഇങ്ങനെയാണ് പറഞ്ഞ്. നല്ലോണം ആലോചിക്കേണ്ട വിഷയമുണ്ട് അതിൻ്റെ അകത്ത്. നിസ്കരിക്കലും നോമ്പൊലിക്കലൊക്കെ വലിയ കാര്യം തന്നെയല്ലേ? ആണ്. പക്ഷെ അതൊക്കെ ചെറിയ കുട്ടികൾ പോലും ചെയ്യുന്നതാണ്. എത്ര നോമ്പൊലിക്കണ്ടെന്ന് പറഞ്ഞാലും കഠിനമായ നോമ്പ് നോക്കുന്ന കുട്ടികളില്ലേ നമ്മുടെ വീട്ടിൽ? അപ്പോൾ അതൊക്കെ എത്ര വലിയ കാര്യമാണോ? ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയില്ല. പിന്നെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നത് എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരമുണ്ട് അതിനകത്ത്. നിങ്ങൾ പ്രസംഗിക്കാൻ വിളിച്ചാൽ ഞാൻ വന്നിട്ട് പ്രസംഗിക്കും, ഷിഹാബായി വന്നിട്ട് പ്രസംഗിക്കും, പ്രസംഗിക്കാൻ കഴിയുന്നവരൊക്കെ വന്ന് പ്രസംഗിക്കും. നിങ്ങൾ ഖുത്ബ പറയാൻ വിളിച്ചാൽ നമ്മൾ വന്നിട്ട് ഖുത്ബ പറയും. ഇതൊക്കെ നിങ്ങൾ വിളിക്കുന്നതുകൊണ്ട് ചെയ്യുന്നതാണ്, നിങ്ങൾ പ്രലോഭിപ്പിക്കുന്നത് കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഒരാളുടെയും പ്രലോഭനമില്ലാതെ, ഒരാളുടെയും വിളിക്ക് കാത്തിരിക്കാതെ നമ്മുടെ ദിവസം അള്ളാഹു തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, അള്ളാഹു തന്ന വാഹനം ഉപയോഗിച്ചിട്ട്, അള്ളാഹു തന്ന കുടുംബത്തെ കൂട്ടിയിട്ട്, അള്ളാഹു തന്ന പണത്തിൽ നിന്നൊരംശം ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കണ്ണീര് തുടക്കാൻ നമ്മൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, ഒരു സാധുവായ മനുഷ്യൻ്റെ സങ്കടത്തിന് പരിഹാരം കാണാൻ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ, അവിടെയാണ് എൻ്റെ ജീവിതം പ്രത്യേകതയുള്ളതാണ്.